നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിശോധിക്കുന്നത് ഈ യുക്തിസഹമായ വാദങ്ങൾ, അതായത് ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷൻ എങ്ങനെ എഴുതാം എന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ ബ്ലോക്ക് 2, അതിലെ 8ാമത്തെ യൂണിറ്റ് ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷൻ 2, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം വളരെ ലളിതമാണ്. എങ്ങനെ കാര്യങ്ങൾ നല്ല യുക്തിയോടെ അവതരിപ്പിക്കാം. പിന്നെ ഈ വാദങ്ങളിലൊക്കെ സാധാരണ ചില തെറ്റുകൾ വരാറുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് മനസ്സിലാക്കുക. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാമല്ലേ? തുടങ്ങാം. ആദ്യത്തെ വിഷയം തന്നെ, മെറ്റീരിയലിലെ ഹെഡിംഗ് നോക്കാം. 8.2 ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ്. ശരി. ഇത് രണ്ടും വാദങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട രീതികളാണ്. ഈ ലോജിക്കിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇപ്പോ ഇൻഡക്റ്റീവ് രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പ്രത്യേക ഉദാഹരണങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്നൊരു പൊതുവായ നിഗമനത്തിൽ എത്തുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു സൂപ്പർ ബസാറിലെ കുറേ സാധനങ്ങൾക്ക് വില കുറവാണെന്ന് നമ്മൾ കണ്ടു. ശരി. അതിൽ നിന്ന് നമ്മൾ പറയുന്നു, ഓ, അപ്പോ മിക്കവാറും എല്ലാ സാധനങ്ങൾക്കും അവിടെ വില കുറവായിരിക്കും. അതെ. സ്പെസിഫിക് ഒബ്സർവേഷൻസിൽ നിന്ന് ഒരു ജനറൽ ലോയിലേക്ക് എത്തുന്നു. കൃത്യം. എന്നാൽ ഡിഡക്റ്റീവ് രീതി നേരെ തിരിച്ചാണ്. അവിടെ ഒരു പൊതുതത്വം ആദ്യമേ ഉണ്ടാവും. ഇപ്പോ സൂപ്പർ ബസാറിലെ സാധനങ്ങൾക്ക് പൊതുവെ വില കുറവാണ് എന്നൊരു ധാരണയുണ്ട്. ശരി. ഞാൻ ഈ ചായപ്പൊടി വാങ്ങിയത് അവിടുന്നാണ്. അപ്പോ എന്റെ നിഗമനം ഇതിനെന്തായാലും മറ്റു കടകളേക്കാൾ വില കുറവായിരിക്കും. അതെ. അതായത് ഒരു ജനറൽ ഐഡിയയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഫാക്റ്റിലേക്ക് വരുന്നു. അപ്പോ നമ്മളൊരു വാദം ഉന്നയിക്കുമ്പോൾ ഈ രണ്ടു രീതികളും ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ചിലപ്പോ രണ്ടും മാറി മാറി ഉപയോഗിക്കേണ്ടിയും വരും. ശരിയാണ്. അടുത്ത പോയിന്റിലേക്ക് കടക്കാമല്ലേ? 8.3 ഫാലസീസ്. ഫാലസീസ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വാദങ്ങളിലെ തെറ്റുകൾ, അല്ലെങ്കിൽ തെറ്റായ ന്യായവാദങ്ങൾ എന്ന് പറയാം. അതെ, ഇവ ഒഴിവാക്കണം. കാരണം ഇത് നമ്മുടെ വാദങ്ങളുടെ ആ ഒരു വിശ്വാസ്യതയെ തന്നെ ബാധിക്കും. തീർച്ചയായും. അപ്പോ എന്തൊക്കെയാണ് സാധാരണ കാണുന്ന ഫാലസീസ്? ഒരുപാട് തരമുണ്ട്. ഒന്ന്, ഹേസ്റ്റി ജനറലൈസേഷൻ. അതായത് ഒന്നോ രണ്ടോ അനുഭവം വെച്ചിട്ട് ഒരു വലിയ ഗ്രൂപ്പിനെ പറ്റി അങ്ങ് പൊതുവായിട്ടൊരു അഭിപ്രായം പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മെറ്റീരിയലിലുള്ളതുപോലെ എല്ലാ ഇന്ത്യക്കാരും ആത്മീയവാദികളാണ്, ഇത് ശരിയാവണമെന്നില്ലാമോ? ആവശ്യത്തിന് തെളിവില്ലാതെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തരുത്. ശരി. അതുപോലെ മറ്റൊന്നാണ് സ്റ്റീരിയോടൈപ്സ്. അതെ, അതും ഇതുപോലെയാണ്. ചില ഗ്രൂപ്പുകളെക്കുറിച്ച് നമുക്ക് ചില മുൻവിധികളുണ്ടാവും. സ്ത്രീകൾ മോശം ഡ്രൈവർമാരാണ് എന്നൊക്കെ പറയുന്ന പോലെ. അതെ, അതൊരു സ്റ്റീരിയോടൈപ്പാണ്. പിന്നെ ഡോഗ്മാറ്റിക് സ്റ്റേറ്റ്മെന്റ്സ്. അതെന്താണ്? ഒരു വാദം ഒരു തർക്കവുമില്ലാത്ത സത്യമെന്ന രീതിയിൽ അങ്ങ് അവതരിപ്പിക്കുക. രാജാവിന് തെറ്റുപറ്റില്ല എന്ന് പറയുന്ന ഒരു രീതി. ഓക്കെ, ചോദ്യം ചെയ്യാനില്ല എന്ന മട്ടിൽ. അതെ. പിന്നെ മറ്റൊന്നാണ് അപ്പീൽ ടു ക്വസ്റ്റ്യനബിൾ അതോറിറ്റി. അത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ശരിയാണ്. അതായത് ആ വിഷയത്തിൽ ശരിക്കും വൈദഗ്ധ്യമില്ലാത്ത ഒരാളുടെ അഭിപ്രായം വലിയൊരു ആധികാരിക രേഖയായിട്ട് അവതരിപ്പിക്കുക. മെറ്റീരിയലിലെ ഉദാഹരണം, ഗായിക ശുഭലക്ഷ്മിയുടെ കാര്യം പറയുന്നുണ്ട്. അതെ, ഗായിക ശുഭലക്ഷ്മി പറയുന്നത് സിഗരറ്റ് വലി ആരോഗ്യത്തിന് നല്ലതല്ല എന്ന്. അവർ നല്ല ഗായികയായിരിക്കാം, പക്ഷേ ആരോഗ്യകാര്യത്തിൽ അവർ എക്സ്പേർട്ട് അല്ല. അത് പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ? സിനിമാ നടന്മാരൊക്കെ പല ഉൽപ്പന്നങ്ങളെക്കുറിച്ചും പറയുന്നത്. ശരിയാണ്. അവസാനമായിട്ട് നോൺ സിക്വിറ്റർ. നോൺ സെക്വിറ്റർ. അതെന്താണ്? അതായത് നമ്മൾ അവതരിപ്പിച്ച കാര്യങ്ങളുമായിട്ട് ലോജിക്കലായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു നിഗമനത്തിലേക്ക് ചാടുന്നത്. മെറ്റീരിയലിലെ ഉദാഹരണം പോലെ, നിങ്ങൾക്ക് നീണ്ട മൂക്കുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും. അതെ, അങ്ങനെയുള്ള ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ഈ പറഞ്ഞ ഫാലസീസ് ഒക്കെ ഒഴിവാക്കിയാൽ നമ്മുടെ വാദങ്ങൾക്ക് ഒരു ബലം കിട്ടും. തീർച്ചയായും. ആളുകൾക്കത് വിശ്വസിക്കാൻ തോന്നും. അതെ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 8.4 നോൺ റാഷണൽ വേസ് ഓഫ് റൈറ്റിംഗ്. അതായത് എപ്പോഴും യുക്തി മാത്രം വെച്ചല്ല ആളുകൾ എഴുതുന്നത്. ചിലപ്പോൾ വികാരങ്ങളെ സ്വാധീനിക്കാനും ശ്രമിക്കാറുണ്ട്. ശരിയാണ്. ലോജിക്കിന് പകരം ഇമോഷൻസിനെ അപ്പീല് ചെയ്യുക. നിങ്ങളുടെ മെറ്റീരിയലില് ആ അമേരിക്കയിലെ കറുത്തവർഗക്കാരെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ഉണ്ട്. അവിടെ ഈ വീപ്പ്, വൂൺസ്, സ്കാർസ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിലല്ലല്ലോ ഉപയോഗിക്കുന്നത്. അല്ല,
അത് വായനക്കാരിൽ ഒരു സഹതാപം, ഒരു വൈകാരികമായ അടുപ്പമുണ്ടാക്കാനാണ്. അതൊരു നോൺ റാഷണൽ അപ്രോച്ചാണ്. അതുപോലെ ഈ സറ്റയർ, അതായത് പരിഹാസം, പിന്നെ ഐറണി, വിപരീതാർത്ഥ പ്രയോഗം, ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. ഉണ്ട്. ഇവയും ഒരു തരത്തിൽ നോൺ റാഷണലാണ്. കാരണം ഇവയുടെ ഉദ്ദേശം പലപ്പോഴും നേരിട്ടുള്ള ഒരു യുക്തിപരമായ വിശകലനമല്ല. മറിച്ച് ഒരു കാര്യത്തെ പരോക്ഷമായി വിമർശിക്കാനോ അതിലെ വൈരുദ്ധ്യം പുറത്തുകൊണ്ടുവരാനോ ഒക്കെയാണ്. ഇത് വളരെ എഫക്റ്റീവാകാം, പക്ഷേ ചിലപ്പോൾ ആളുകൾക്ക് അത് ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലാകണമെന്നില്ല. തെറ്റിദ്ധാരണ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രായോഗികമായി കാണാൻ നമ്മുടെ മെറ്റീരിയലിലെ ഒരു മോഡൽ പാസേജ് കൊടുത്തിട്ടുണ്ടല്ലേ? 8.5 എ മോഡൽ പാസേജ് സ്റ്റെപ്പ് ഇൻ ടൈം. അതെ, നടത്തത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണത്. അതിന്റെ പ്രധാന വാദം എന്താണ്? നടത്തം ഏത് പ്രായക്കാർക്കും ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് അതിലെ പ്രധാന വാദം. അപ്പോ അതെങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? വെറുതെ അങ്ങ് പറയല്ല. ആ ലേഖനത്തിൽ എഴുത്തുകാരൻ പല തെളിവുകളും നിരത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഡോക്ടർമാരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ചില കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നടത്തം ചിലപ്പോൾ ഹൃദയത്തിന് ദോഷകരമാണ് എന്നൊക്കെയുള്ള ചില എതിർവാദങ്ങളുണ്ടെങ്കിൽ അതിനെ ഖണ്ഡിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല മാതൃകയാണ്, എങ്ങനെയൊരു വാദം ശക്തമായി അവതരിപ്പിക്കാം എന്നതിന്. അതെ, തെളിവുകൾ നിരത്തുക, എതിർവാദങ്ങളെ അഭിമുഖീകരിക്കുക, അതൊക്കെയൊരു നല്ല ആർഗ്യുമെന്റേറ്റീവ് എസ്സേയുടെ ഭാഗമാണ്. വളരെ നന്നായി. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത് ഈ ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് രീതികളെക്കുറിച്ചും പിന്നെ സാധാരണ വാദങ്ങളിൽ വരുന്ന തെറ്റുകൾ, അതായത് ഈ ഹേസ്റ്റി ജനറലൈസേഷൻസ്, സ്റ്റീരിയോടൈപ്സ് പോലുള്ള ഫാലസീസ് ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. അതെ, അതോടൊപ്പം ഈ നോൺ റാഷണൽ വഴികളും നമ്മൾ കണ്ടു. അതെ, വികാരങ്ങളെ സ്വാധീനിക്കുന്ന രീതികളും. ശരി, അപ്പോൾ കേൾക്കുന്നവർക്കായി ഒരു ചെറിയ ചിന്ത പങ്കുവെക്കട്ടെ? തീർച്ചയായും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ഒരാളെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക. ആ സമയത്ത് നിങ്ങൾ അറിയാതെ ഈ പറഞ്ഞ ഏതെങ്കിലും ഫാലസീസ് ഉപയോഗിക്കാറുണ്ടോ? അതോ മറ്റൊരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ വാദങ്ങളിൽ ഇത്തരം തെറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. നിങ്ങളുടെയും മറ്റുള്ളവരുടെയും വാദങ്ങൾ എത്രത്തോളം യുക്തിസഹമാണ്, എത്രത്തോളം സാളമാണ് എന്ന് ഇടയ്ക്കൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്, അല്ലേ? തീർച്ചയായും. സ്വയം പരിശോധിക്കാനും മറ്റുള്ളവരുടെ വാദങ്ങളെ മനസ്സിലാക്കാനും അത് സഹായിക്കും. ഇന്നത്തെ ഈ വിശകലനം വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നന്ദി.